കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ IFFKയിലെ സിനിമാ പ്രേക്ഷകരെയും അക്കാദമി അടക്കം ഇച്ചിരി വിഷമത്തിലാഴ്ത്തിയിരുന്നു. കാരണം ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള സിനിമകൾ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളൊക്കെ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അക്കാദമി ഈ 30ാമത് IFFKയിൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ സിനിമകളും ഈ 30ാമത് IFFKയിൽ കാണിക്കാൻ കേരള സർക്കാരും ചലച്ചിത്ര അക്കാദമിയും തീരുമാനമെടുത്തിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ സ്ക്രീനിങ്ങിൽ റീഷെഡ്യൂൾ ചെയ്യുമ്പോണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാകാം. അത് നമുക്കതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അല്ലാതെ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ പ്രേമികളും ഒരു തരത്തിലും ഒരാശങ്കയും വേണ്ട. വളരെ സുഗമമായി IFFK 30ാമത് എഡിഷൻ ഇവിടെ പര്യവസാനിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം. ഈ സർക്കാർ തീരുമാനത്തിനപ്പുറത്തേക്ക് കേന്ദ്ര അനുമതി ഇപ്പോൾ 5 സിനിമകൾക്ക് മാത്രമാണോ ലഭിച്ചിരിക്കുന്നത്? സർക്കാർ തീരുമാനം മനസ്സിലായി, കേന്ദ്രത്തിൽ നിന്ന് 5 സിനിമകൾക്ക് മാത്രമാണോ നിലവിലും ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്? അതെ. ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം സിനിമകൾ കാണിക്കുക എന്നതാണ്. ഇനി അതിൻ്റെ ഭാവി എന്താണോ സംഭവിക്കുക അതൊക്കെ പിന്നീട് ഈ ഫെസ്റ്റിവൽ കഴിയട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. ഇപ്പോഴൊറ്റ തീരുമാനമേ ഉള്ളൂ. കേരള സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊരു റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാകും. അത് എല്ലാവരും ഒന്ന് സഹകരിച്ചേ പറ്റുള്ളൂ. ചില സിനിമകൾ അറിയാലോ, അത് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചെറിയ പ്രയാസങ്ങൾ നേരിടും. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ചരിത്രപരമായൊരു പ്രഖ്യാപനമാണ്. മറ്റൊരു കാര്യം, ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ചെയർമാൻ്റെ ഒരു അസാന്നിധ്യം അതുകൂടി ചർച്ചയായിട്ടുണ്ടായിരുന്നു. രാവിലെ കമൽ സാർ പറഞ്ഞത് ഇത്രയും തിരക്കുള്ള ഒരാളെ ആണോ ആക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കമൽ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു അസാന്നിധ്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ചെയർമാൻ്റെ ഒരു ഇടപെടൽ ഇതിൽ എങ്ങനെയായിരുന്നു? എവറി സെക്കൻഡ് ചെയർമാൻ ഈസ് വിത്ത് അസ്. ഈ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായതും അതുകൊണ്ടാണ്. അദ്ദേഹം എവറി സെക്കൻഡ് വിത്ത് അസ്. അദ്ദേഹമാണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നതും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നിങ്ങൾക്ക് തോന്നുന്ന ഇൻ പ്രസൻസ് ആണ്. ബട്ട് ഇൻ എവറി സെക്കൻഡ് ഹീ നോസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. എക്സ്ട്രോർഡിനറി ചെയർമാൻ ആണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫിസിക്കൽ അബ്സെൻസ് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അസ് ഫീൽ ഹിസ് പ്രസൻസ് ഇസ് ദേർ. അതൊരു സീരിയസ് കാര്യമാണ്. എടുത്ത തീരുമാനമാണ്. റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഒരു ഫേസ് ഉള്ള ഒരാൾ അക്കാദമിയുടെ തലപ്പത്ത് വരണമെന്ന് കേരള സർക്കാർ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെയാണോ ഇങ്ങനെയുള്ള ആളെയോ? അങ്ങനെയല്ല. അദ്ദേഹത്തിൽ കണ്ട ഒരുപാട് അല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്ത ശേഷമാണ് അദ്ദേഹം ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു. പക്ഷേ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടക്കം തൊട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. അതൊക്കെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ്. കാരണം ഈ ഒരു വലിയ പ്രോസസ്സായത്. ഇത്രയും വിസകൾ സംഘടിപ്പിക്കണം, വിസ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി ഈ IFFKയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അയാളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം 18-നെത്തും. ഈ ഫെസ്റ്റിവലിന് മാത്രമല്ല, കഴിഞ്ഞ ഒരുപാട് ഫെസ്റ്റിവലുകളിൽ റസൂൽ പൂക്കുട്ടിയുടെ സഹായം അക്കാഡമിക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമകൾ, ഇൻ്റർനാഷണൽ സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അക്കാഡമിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇത്തവണയും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥാനം ഏൽക്കുമ്പോൾ തന്നെ ഈ ആബ്സെൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് മുൻപേ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പേ ഏറ്റെടുത്തൊരു വർക്കാണ്. ആ വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത. സിനിമാക്കാർ അവരവരുടെ ജോലികൾ ചെയ്യുമ്പോഴാണ് സിനിമ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈസ് ആ പ്രൗഡ് ചെയർമാൻ. പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒരു ക്രൈസിസ് വരുമ്പോഴാണല്ലോ, അതൊക്കെ ഈ ഒരു ക്രൈസിസ് വന്ന സമയത്ത് പോലും അയാൾ 24 മണിക്കൂറും അവിടെ ഇരുന്നു കൊണ്ട് ഈ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. ഈ സിനിമകൾ കുറച്ചധികം സിനിമകൾ ക്യാൻസൽ ചെയ്തതിന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണിക്കും. അത് റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രയാസം ഉണ്ടാവും. അതിൻ്റെതായ ചെറിയ പ്രയാസങ്ങളല്ലാതെ മുഴുവനും കാണിക്കും. അതായത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ച മുഴുവൻ സിനിമകളും, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഡെലിഗേറ്റ്സ് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള മുഴുവൻ സിനിമകളും അക്കാഡമിയും കേരള സർക്കാരും നമ്മുടെ ഡെലിഗേറ്റ്സിന് വേണ്ടിയിട്ട്, സിനിമാ പ്രേമികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത.
അതാണ് ഹൈലൈറ്റ്. ധീരമായ ഒരു തീരുമാനമാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കടന്നുകയറ്റം, ഈ ഫെസ്റ്റിവലിനെ തകർക്കുന്ന രീതിയിലുള്ള കടന്നുകയറ്റം നമ്മൾ അനുവദിക്കില്ല. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഈ സിനിമകളെല്ലാം നമ്മൾ കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തലക്കെട്ട്. കേരളത്തിന്റെ പ്രൗഡാണ് നമ്മുടെ ഈ ചലച്ചിത്രോത്സവം. നമ്മുടെ ലെഗസി അതെ, ഇവിടെ ഒരു തരത്തിലുള്ള എന്താ വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള യോജിപ്പുകളെല്ലാം ഇവിടെ പ്രകടിപ്പിക്കേണ്ടത്. ഇത് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ കേരളത്തിലേക്ക് ലോകത്തിന് പല ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള ഈ കലാവിഷ്കാരത്തിന് നേരെയുള്ള ഈ കടന്നാക്രമണങ്ങളെ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, അത് മീഡിയാസും എല്ലാവരും, സിനിമാ പ്രേമികളും പൊതുസമൂഹവും ഒത്തുചേർന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാകണം, പ്രതിരോധിക്കണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഇത് വളരെ ഭംഗിയായിട്ട് ഈ മേള അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കുക. ആ സംവിധായകൻ അറിയേണ്ട ഒരു കാര്യം, പേര് ചോദിച്ചോ? അദ്ദേഹം ഇവിടുത്തെ പേരൽ സിനിമകൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അറിയാലോ, കഴിഞ്ഞ 2 IFFKയിലും ഏറ്റവും കൂടുതൽ മലയാള സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് പേരൽ സിനിമകളെയാണ്, ഇൻഡിപെൻഡൻറ്റ് സിനിമകളെയാണ്. അപ്പോൾ ഈ അങ്ങനെ അതിനുവേണ്ടി ഇത്രയധികം സമരം ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഇതിനൊക്കെ അനുമതി കിട്ടിയ ശേഷം മാത്രം മതി ഇവിടെ സിനിമ കാണിക്കണം എന്ന് പറയുന്ന രീതിയോട്, നടപടിയോട് ഏത് തരത്തിലാണ് നമുക്ക് യോജിക്കാൻ സാധിക്കുക? അത് മാത്രമല്ല, നമുക്ക് അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പിഴവും സംഭവിച്ചിട്ടില്ല. 156 സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിച്ചത് കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് നമ്മളത് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ 16 സിനിമകൾ അവർ പ്രദർശനാനുമതി നിഷേധിച്ചത് അവരുടെ മുമ്പിലേക്ക് നമ്മളിത് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ്. കാലതാമസം ഉണ്ടായോ? അല്ലല്ല, അത് അങ്ങനെ ഒരു കാലതാമസം ഉണ്ടായതായി തോന്നുന്നുണ്ടോ? കാലതാമസം ഉണ്ടായതായി കാരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഈ സിനിമകൾ നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ബാക്കി സിനിമകൾക്ക് പെർമിഷൻ കിട്ടിയത്. ഈ കുറച്ച് സിനിമകൾ പ്രദർശനാനുമതി നിഷേധിച്ചതിന്റെ കാരണം നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.